Hi students, here we are going to discuss on about the reaction intermediates. What is reaction intermediates? Reaction intermediates എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഓർഗാനിക് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ആ ഓർഗാനിക് റിയാക്ഷൻ നടക്കുന്ന ഡിഫറെൻറ്റ് സ്റ്റെപ്സിലൂടെ ആയിരിക്കും. ആ ചില സ്റ്റെപ്പിൽ ചില റിയാക്ടൻ ചിലതരം സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യും, ചില മോളിക്യൂൾസ് ഫോം ചെയ്യും. പക്ഷേ അതിനെ നമുക്ക് എന്താണ്, ആ ഒരു സ്റ്റെപ്പിലൂടെ ആയിരിക്കും അടുത്ത റിയാക്ഷൻസ് പ്രൊസീഡ് ചെയ്യുന്നത്. അങ്ങനത്തെ മോളിക്യൂൾസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്പീഷീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിയാക്ഷൻ ഇന്റർമീഡിയറ്റ്സ് ഓർ റിയാക്ഷൻ ഇന്റർമീഡിയറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് മെയിനായിട്ട് 3 ടൈപ്സ് ഓഫ് റിയാക്ഷൻ ഇന്റർമീഡിയറ്റ്സ് ആണ്. ഹിയർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് കാർബോകാറ്റയോൺ, കാർബാനിയോൺ ആൻഡ് ഫ്രീ റാഡിക്കൽ. സോ ഫസ്റ്റ് ഓഫ് ഓൾ we are going to discuss about the carbocation. നമുക്ക് ഓൾറെഡി അറിയാം എന്തൊക്കെയാണ് ഈ കാർബോകാറ്റയോൺ, എന്നാലും കുറച്ചും കൂടെ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാർബോകാറ്റയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ കാറ്റയോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോസിറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസ് ആണ്. കാർബോകാറ്റയോൺ എന്ന് പറഞ്ഞാൽ കാർബണിന്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് വരുന്നതിനെയാണ് എന്ത് പറയുന്നത്, കാർബോകാറ്റയോൺ എന്ന് പറയുന്നത്. കാർബോകാറ്റയോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് കാർബൺ സ്പീഷീസ് ആണ് പറഞ്ഞത്. അപ്പോൾ അതിൽ എന്താണ്, ആ കാർബണിന്റെ മുകളിൽ ഓൺലി 6 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. സോ ദർ ഷുഡ് ബി എ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ്. സോ ഇറ്റ് വിൽ ആക്സെപ്റ്റ് എന്ത് ചെയ്യും, പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യും ഫോർ കംപ്ലീറ്റിംഗ് ദി ഒക്ടറ്റ്. അതിൻ്റെ നമുക്ക് വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാർബോകാറ്റയോൺസ് എല്ലാം ഷോർട്ട് ലിവ്ഡ് ആണ് ആൻഡ് ഹൈലി റിയാക്റ്റീവ് സ്പീഷീസ് ആണ്. ഓൾ റിയാക്റ്റീവ് ഇന്റർമീഡിയറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഷോർട്ട് ലിവ്ഡ് സ്പീഷീസ് ആണ്, ഹൈലി റിയാക്റ്റീവ് ആയിരിക്കും, ബിക്കോസ് അതിലൂടെയാണ് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത്. ഇനി കാർബോകാറ്റയോണിനെ കുറിച്ച് കൂടുതൽ നമുക്ക് നോക്കാം. അതാണ് കാർബോകാറ്റയോണിന് ഉദാഹരണം പറഞ്ഞതാണ്. ഇനി എങ്ങനെയാണ് ഈ കാർബോകാറ്റയോൺ ഫോർമേഷൻ നടക്കുന്നത്? ഓൾറെഡി നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, എന്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോണ്ട് ക്ലീവേജ്. അപ്പോൾ കാർബോകാറ്റയോൺ ഫോം ചെയ്യുന്നത് ഏത് തരം ക്ലീവേജിലൂടെയാണെന്ന് അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹെട്രോലിപ്റ്റിക് ക്ലീവേജ്. അതായത് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർ പെയർഡ് ഇലക്ട്രോൺ ടു 1 ആറ്റം അല്ല, ഒരു ബോണ്ടഡ് സ്പീഷീസ് ഉണ്ട്, ബോണ്ടഡ് ആറ്റംസ് ഉണ്ട്. ആ ബോണ്ടഡ് ആറ്റംസിൽ ഒരു ആറ്റത്തിൽ നിന്ന് മറ്റേ ആറ്റത്തിലേക്ക് കംപ്ലീറ്റ്ലി ഷെയർഡ് പെയർ ഇലക്ട്രോണ് പോകുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഹെട്രോലിപ്റ്റിക് ക്ലീവേജ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, എങ്ങനെയാണ് ഈ കാർബോകാറ്റയോൺ ഉണ്ടാകുന്നത്? കാർബോകാറ്റയോൺ എന്ന് പറഞ്ഞാൽ ഈ കാർബൺ മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റമായിട്ട് ബോണ്ട് ഫോർമേഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഡ്യൂ ടു ദാറ്റ് മോർ ഇലക്ട്രോൺ നെഗറ്റീവ് എന്താണ്, എന്തെങ്കിലും സ്പീഷീസ് ഒക്കെ വരുമ്പോൾ റിയാജന്റ് അവിടെ അറ്റാക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഹെട്രോലിപ്റ്റിക് ക്ലീവേജ് അവിടെ സംഭവിക്കും. അപ്പം എന്താണ്, ഷെയർഡ് ഇലക്ട്രോൺ വിൽ ഗോ ടുവേർഡ്സ് ദി ഹൈലി ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റം. സോ കാർബൺ എന്താവും, ഇവിടെ പോസിറ്റീവ് ചാർജ് ആവും. അപ്പം ഫസ്റ്റ് എക്സാമ്പിൾ ആണ് ഹെട്രോലിപ്റ്റിക് ക്ലീവേജിലൂടെയാണ് എന്തുണ്ടാകുന്നത്, മോസ്റ്റ്ലി കാർബോകാറ്റയോൺ ഉണ്ടാകുന്നത്. അത് ഒരു ഉദാഹരണം പറഞ്ഞതാണ്, അയണൈസേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ഇൻ പോളാർ സോൾവെന്റ്. അയണൈസേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് വിത്ത് ഹാലജൻ ആറ്റംസ്, ആൽക്കൈൽ ഹാലൈഡ്. ഇതാണ് അതിനെ നൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് RX. എക്സിനെ മെയിനായിട്ട് നമ്മൾ ഹാലൈഡ് ആറ്റംസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ RX എന്ന് പറയുന്നതിൽ ഹെട്രോലിറ്റിക് ക്ലീവേജിലൂടെ ഒരു കാർബോകാറ്റയോൺ ഫോർമേഷൻ ഉണ്ട്. അതിനൊരു ഉദാഹരണം ടെർഷ്യറി ബ്യൂട്ടൈൽ ക്ലോറൈഡ് ആണ് പറഞ്ഞത്. ആ ടെർഷ്യറി ബ്യൂട്ടൈൽ ക്ലോറൈഡിലൂടെ ഹെട്രോലിറ്റിക് ക്ലീവേജ് നടത്തി ചെന്നിട്ടുണ്ടാവും, ടെർഷ്യറി ബ്യൂട്ടൈൽ കാറ്റയോണും ഉണ്ടാവും, ക്ലോറൈഡ് അയോൺസും ഉണ്ടാവും. ഇനി വേറെ ഒരു മെത്തേഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് കാർബോകാറ്റയോൺ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണേഷൻ ഓഫ് ആൽക്കീൻസ് ഓർ കാർബണിൽ കോമ്പൗണ്ട്സ്, നൈട്രൈൽസ് etc. during the polar addition reaction. ഒരു പോളാർ അഡീഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ ഏതില്, ആൽക്കീൻസിലോ കാർബണിൽ കോമ്പൗണ്ട്സിലോ നൈട്രൈറ്റ്സിലോ പോളാർ അഡീഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ എന്തുണ്ടാവാം, കാർബോകാറ്റയോൺ ഉണ്ടാവും. ഒരു സിമ്പിൾ, അതിനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു അഡീഷൻ റിയാക്ഷൻ ആണ് ഹൈഡ്രജൻ അഡീഷൻ റിയാക്ഷൻ. ഓർ എന്ത് പറയാം, HBr റിയേജന്റ് ഒരു പ്രൊപ്പീന്റെ മുകളിൽ ആക്ട് ചെയ്യുമ്പം അവിടെ ഉണ്ടാവുന്ന കാർബോകാറ്റയോണിനെ കുറിച്ചാണ് ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മൾ പറയുന്നത്. HBr പ്രൊപ്പീനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം
അതെന്താണ് ഒരു മാർക്ക് ഓഫ് നിക്കോസ് റൂൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് മാർക്ക് ഓഫ് നിക്കോസ് റൂൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ഹൈഡ്രജൻ പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾ എന്താണ് മോർ ഹൈഡ്രജൻ ഉള്ള കാർബണിലേക്കാണ് പിന്നെ ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മാർക്ക് ഓഫ് നിക്കോസ് റൂൾ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഈ HBrൽ ഉണ്ടാകുന്നത് H+ എവിടത്തേക്ക് പോകും? മോർ ഹൈഡ്രജൻ കാർബണിൻ്റെ അടുത്ത് പോകും. അപ്പോൾ എന്താവും ഇത് ഈ CH3 CH2 CH3 ആവും. ഇത് കാണാം ഈ ഷെയർഡ് പെയർ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് പോയിട്ട് CH3 ആയിട്ടും മാറും. അപ്പോൾ എന്ത് സംഭവിക്കും? ദിസ് സെക്കൻഡ് കാർബൺ വിൽ ബിക്കം പോസിറ്റീവ് ആൻഡ് സോ ഐസോപ്രോപ്പൈൽ കാറ്റയോൺ വിൽ ഫോം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് ആണ് ഇത്. പക്ഷേ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഉദാഹരണമായിട്ട് ഈ രണ്ട് മോളിക്യൂൾസ് മാത്രം കാണിച്ചു തന്നേ ഉള്ളൂ. ഒന്ന് അയണൈസേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ആണ്, മറ്റേത് എന്താണ് പ്രോട്ടോണേഷൻ ഓഫ് ആൽക്കൈൽ കാർബണിൽ കോമ്പൗണ്ട്സ് ഓർ നൈട്രേറ്റ്സ് എക്സെട്ര. ഇനി ഇതിന്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. ആദ്യം എന്താണ് കാർബോകാറ്റയോൺ, എന്താണ് റിയാക്ഷൻ ഇന്റർമീഡിയറ്റ്സ് നോക്കി, എന്താണ് കാർബോകാറ്റയോൺ നോക്കി, ഇനി ആ കാർബോകാറ്റയോൺ ഫോർമേഷൻ എങ്ങനെയാണ് നടക്കുന്നത് നോക്കി. നെക്സ്റ്റ് എന്താണ് ഇതിന്റെ പറയുന്നത് സ്ട്രക്ചറാണ്. കാർബോകാറ്റയോൺ എന്ന് പറയുമ്പോൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി കാർബണിന്റെ മുകളിൽ 6 പിന്നെ എന്താണ് വാലൻസ് ഇലക്ട്രോൺ ഉണ്ടാകുന്നത്. സോ അതെന്താണ് sp2 ഹൈബ്രിഡൈസ്ഡ് ഫോമിലേക്കാണ് അത് പോകുന്നത്, sp2 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിൽ. അപ്പോൾ കാർബോകാറ്റയോൺ എന്ന് പറയുന്നത് sp2 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ sp2 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എത്ര പിന്നെ ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാവും? 3 ഹൈബ്രിഡ് അല്ലേ, 2 p ഓർബിറ്റൽ ഒരു s ഓർബിറ്റലും കൂടി 3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. ആൻഡ് പിന്നെ ഓൾറെഡി അപ്പോൾ എന്താ നമുക്കറിയാം s ഉണ്ട് p3 ആണ് അല്ലെ, പിന്റെ ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ p3 ആണ്. അപ്പോൾ അവിടെ രണ്ടെണ്ണം മാത്രമേ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നുള്ളൂ, ഒന്ന് വേക്കൻ്റ് ആയിട്ട് നിൽക്കുകയാണ്, അൺഹൈബ്രിഡൈസ് ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ sp2 ഹൈബ്രിഡൈസ്ഡ് sp2 ടൈപ്പ് ഹൈബ്രിഡൈസേഷൻ ആണ്. ഓൺലി 3 ടൈപ്സ് ഓഫ് ഓർബിറ്റൽ ഓൺലി ഹൈബ്രിഡൈസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിട്ട് നിൽക്കും? അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു പ്ലാനാർ ട്രയാങ്കുലർ ഫാഷനിൽ നിൽക്കും, ഒരു ട്രയാങ്കുലർ പ്ലാനാർ ഫാഷൻ ഇതാണ് നിൽക്കും. കണ്ടെയ്ൻസ് ആൻ അൺപെയർഡ് ഇലക്ട്രോൺ ഈച്ച്. ഒന്നിൽ എന്താണ് ഈ sp3 ഹൈബ്രിഡൈസ് നടന്നിച്ച് അതിൽ ഓരോന്നിലും അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടാവും ആൻഡ് ആർ അറേഞ്ച്ഡ് ഇൻ എ പ്ലാനാർ ട്രയാങ്കുലർ ഫാഷനിലാണ്. വൺ വേക്കൻറ്റ് p ഓർബിറ്റൽ ഓഫ് ദ കാർബൺ എന്ത് ചെയ്യും? റിമെയിൻസ് അൺഹൈബ്രിഡൈസ്ഡ്. ആൻഡ് അതെന്താണ് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ ടു ദി എബോ പ്ലെയിൻ. ഈ ട്രയാങ്കുലർ പ്ലാനാർ ട്രയാങ്കുലറിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് ആ ഒരു p ഓർബിറ്റൽ അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽ ഓക്യുപ്പൈ ചെയ്യുന്നതാണ്. ഇനി ഈ sp2 ഓർബിറ്റൽസ് എന്ത് ചെയ്യും? സിഗ്മ ബോണ്ട് ഫോർമേഷൻ നടക്കും അതർ 3 ആറ്റംസ് വായിച്ച്. ഇപ്പോൾ CH3+ ആണ് നമ്മളെ പിന്നെ കാർബോകാറ്റയോണെങ്കിൽ അതിൽ കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് ഫോമിലാണുള്ളത്. 3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉണ്ടായിട്ടുണ്ട്. ആ 3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ആരുമായിട്ടാണ് സിഗ്മ ബോണ്ട് ഉണ്ടാക്കുന്നത്? ഈ 3 ഹൈഡ്രജനുമായിട്ട് ഫോർമേഷൻ നടക്കും. ആംഗിൾ ഓഫ് 120 ഡിഗ്രി സെൽഷ്യസിൽ. സോ ഇറ്റ് ഈസ് എ ട്രയാങ്കുലർ പ്ലാനാർ സ്ട്രക്ചർ. അപ്പോൾ 120 ഡിഗ്രി സെൽഷ്യസ് ആണ്, സോറി 120 ഡിഗ്രി ആണ്. സോ ദാറ്റ് ദ കാർബോകാറ്റയോൺ ഹാസ് എ പ്ലാനാർ ട്രയാങ്കുലർ ഷേപ്പ് സ്ട്രക്ചർ ആയിരിക്കും. ഇനി അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും. അപ്പോൾ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി എന്താണ് അതിൻ്റെ സ്റ്റെബിലിറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ട്രക്ചറിനെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമുക്കറിയാം മോസ്റ്റ് ഓഫ് ദ മോളിക്യൂളിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിന് സ്റ്റെബിലിറ്റി കൊടുക്കുന്നത്? അതായത് പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ പോസിറ്റീവ് ചാർജ് ഡിസ്പേഴ്സ് ചെയ്യാൻ, അതായത് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതർ മോളിക്യൂൾസിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു അന്തരീക്ഷം ഉണ്ടാകുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി സ്റ്റെബിലൈസ്ഡ്. പക്ഷേങ്കിൽ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഡീസ്റ്റെബിലൈസ്ഡ്. നമുക്ക് ഇത് വായിച്ചു നോക്കാം. എനി സ്ട്രക്ചറൽ ഫാക്ടർ that tends to disperse the positive charge on the carbon atom and distribute it over the rest of the molecule tends to stabilize the carbocation, whereas any factor that tends to intensify the positive charge on the carbon tends to destabilize the carbocation. അവിടെ പിന്നെ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആവാൻ ചാൻസ് ആണ് ഉള്ളതെങ്കിൽ ഓൾറെഡി ഉള്ള ഈ പോസിറ്റീവ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല. സോ ദാറ്റ് വിൽ ഡീസ്റ്റെബിലൈസ് ദ കാർബോകാറ്റയോൺ. ഉദാഹരണമായിട്ട് നമുക്ക് എന്തെടുക്കാം? ഒരു കാർബോകാറ്റയോണിലേക്ക് ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് വരുമ്പോൾ നമുക്കറിയാം എന്താണ് അത് കൂടുതൽ ഇലക്ട്രോൺ അങ്ങോട്ടേക്ക് ഡൊണേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് ചാർജ് എന്താവും? കുറയും. അപ്പം ദാറ്റ് വിൽ ബി സ്റ്റെബിലൈസ്.
ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ് അവിടെ ഉള്ളതെങ്കിൽ ഓഫ് കോഴ്സ് അതിൻ്റെ സ്റ്റെബിലിറ്റി കുറയാണ് ചെയ്യുക. മറ്റിടത്തിൽ സ്റ്റെബിലിറ്റി കൂടും, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടാവും. കാരണം എന്താണ്, പോസിറ്റീവ് ചാർജ് കുറയും. അന്നേരം എന്ത് ചെയ്യും, അത് ഡിസ്പേഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പോസിറ്റീവ് ചാർജ് കുറയാതെ ഇതിലേക്ക് ഡിസ്പെർഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെബിലൈസ് ദ കാർബോകാറ്റയോൺ. ഇനി ഒരു ഇലക്ട്രോൺ അട്രാക്റ്റിംഗ് ഗ്രൂപ്പോ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടാകുമ്പോഴെന്ത് സംഭവിക്കും, ഈ കാർബോകാറ്റയോൺ ഡീസ്റ്റെബിലൈസ് ചെയ്യും. കാരണം പോസിറ്റീവ് ചാർജ് ഓൺ ദ കാർബൺ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, അത് പിന്നെ ഡീലോക്കലൈസേഷൻ ചാൻസ് കുറയും. സോ ഇറ്റ് വിൽ ബിക്കം ലെസ് സ്റ്റേബിൾ. ഇനി അതിൻ്റെ സ്റ്റെബിലിറ്റിനെ കുറിച്ച് ഈ ഒരു സെയിം കാര്യം വെച്ചിട്ട് പറയുന്നതാണ് അതിൻ്റെ സ്റ്റെബിലിറ്റി. അപ്പം അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ് എന്ത് CH3 എന്ന് പറയുന്നത്. സോ മോർ CH3 ഗ്രൂപ്പ് ഉണ്ടാവും, ആ കാർബൺ ആറ്റം വിൽ ബിക്കം മോർ സ്റ്റേബിൾ. അപ്പോൾ അതിൻ്റെ ഓർഡറിൽ നമ്മൾ പറഞ്ഞതാണ് ടെർഷ്യറി carbocation will be more stable than secondary carbocation, that will be more stable than primary carbocation. Tertiary ഞാനല്ല ഇവിടെ എഴുതിയിട്ടുള്ളത്, ഇറ്റ് ഈസ് പ്രൈമറി ആണ്. ഓക്കെ, അതിന് ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടെർഷ്യറി ബ്യൂട്ടൈൽ കാറ്റയോൺ, ദാറ്റ് ഈസ് എ ടെർഷ്യറി കാർബൺ. ഐസോപ്രോപ്പൈൽ കാറ്റയോൺ, ദാറ്റ് ഈസ് എ എന്താണ് സെക്കൻഡറി കാർബൺ. ഈതൽ കാറ്റയോൺ ഈസ് എ പ്രൈമറി കാർബൺ, ഇത് മീഥൈൽ കാറ്റയോൺ. ഇനി ഇത് ഈ സെയിം കാര്യം നമുക്ക് രണ്ട് ഫാക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് ഒന്നും കൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും ഇതിൻ്റെ സ്റ്റെബിലിറ്റി. ഒന്ന് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആണ്. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്താണെന്ന് അറിയാം. ഇൻഡക്റ്റീവ് ഇഫക്റ്റിൽ പ്ലസ് ഐ ഇഫക്റ്റ് ഉള്ള ഗ്രൂപ്പുകൾ ഈ കാർബോകാറ്റയോണിൻ്റെ അടുത്ത് വരികയാണ്. പ്ലസ് ഐ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പുള്ളത് വരുമ്പോഴെന്താണ് നമുക്ക് ഓൾറെഡി മനസ്സിലാവും, ആ പോസിറ്റീവ് ചാർജ് അവിടെ കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ദാറ്റ് വിൽ ബിക്കം മോർ സ്റ്റേബിൾ. അപ്പോൾ ആ ഒരു സെയിം കാര്യം എങ്ങനെയാണ് ഈ ടെർഷ്യറി ബ്യൂട്ടൈൽ പിന്നെ ഹൈ സ്റ്റെബിലിറ്റി വരുന്നതെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ഏത് ഫാക്ടർ വെച്ചിട്ട് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഉപയോഗിച്ചിട്ട് അതിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി നെക്സ്റ്റ് വരുന്നത് ഹൈപ്പർ കോൺജുഗേഷൻ ഇഫക്റ്റ് വെച്ചിട്ട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളത്. പോസിറ്റീവ് കാർബണിൻ്റെ കാർബോകാറ്റയോൺ sp2 ഹൈബ്രിഡൈസ് ആണുള്ളത്. അതിൽ ഒരു കാർബൺ ഒരു പി ഓർബിറ്റൽ എന്തുണ്ട്, അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ട് പെർപെൻഡിക്കുലറിലുണ്ട്. അപ്പോൾ എന്താണ് ഹൈപ്പർ കോൺജുഗേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറഞ്ഞാൽ, സിഗ്മയും ഒരു പി ഓർബിറ്റൽ അല്ലെങ്കിൽ പൈ ഓർബിറ്റൽ തമ്മിലുള്ള ആ ഒരു ഇലക്ട്രോൺ ഡൊണേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നതാണ് ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് വെച്ചാൽ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആ ഒരു റെസൊണൻസ് സ്ട്രക്ചർ അവിടെ ഫോർമേഷൻ നടക്കും അല്ല, അതിനാണ് ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്താ പറയുക, ഈ കാർബോകാറ്റയോണിന്റെ തൊട്ടടുത്തുള്ള ആൽഫ കാർബണിന്റെ മുകളിൽ എത്രമാത്രം ബോണ്ടിങ് ഉണ്ടോ ആ ബോണ്ടിങ് ഈ ഒരു പി ഓർബിറ്റലുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ ഡിഫറെൻറ്റ് റെസൊണൻസ് സ്ട്രക്ചർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നോക്കാം. അപ്പോൾ ഇവിടെ എത്രയുണ്ട്, 3 ഹൈഡ്രജൻ ഉണ്ട്. സോ ഓരോ ഹൈഡ്രജന് പിന്നെ ബോണ്ടിങ്ങോട്ടേക്ക് കൊടുക്കുന്ന രീതിയിൽ നമുക്ക് കാണിച്ചു കഴിഞ്ഞാൽ എത്രയാണ്, ഇത്രയും റെസൊണൻസ് സ്ട്രക്ചർ അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കാർബൺ ആറ്റം അവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ആൽഫ കാർബൺ ആറ്റത്തിൻ്റെ മുകളിലുള്ള ആൽഫ ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ടാവും അത്രയും അത് മോർ സ്റ്റേബിൾ. അപ്പോൾ ടെർഷ്യറിൻ്റെ മുകളിൽ നമുക്കറിയാം എത്രയുണ്ട്, ആൽഫ ഹൈഡ്രജൻ ഹാവിങ് 9 ഹൈഡ്രജൻ ആറ്റം. സോ 9 ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചർ നമുക്ക് ഉണ്ടാവും. സോ ഇറ്റ് വിൽ ബി മോർ സ്റ്റേബിൾ ആണ് എന്നുള്ള കാര്യം. ഇത് ഓൾറെഡി ഞാൻ ഹൈപ്പർ കോൺജുഗേഷനിൽ പറഞ്ഞതാണ്, ആ സ്റ്റെബിലിറ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു സെയിം കാര്യം കാർബോകാറ്റയോണിൻ്റെ വെച്ചിട്ട് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ടെർഷ്യറി ബ്യൂട്ടൈൽ കാറ്റയോൺ ഹാവിങ് മോർ സ്റ്റേബിൾ ദാൻ tertiary carbocation having more stable than secondary carbocation, that will be more stable than primary cation, it will be more stable than methyl cation. ഇനി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നേരം നോക്കിയത് എന്താണ്, ഒരു സിഗ്മ ബോണ്ട് വരുന്ന കോമ്പൗണ്ടിലെ കാറ്റയോൺസ് ആണ് നമ്മൾ നോക്കിയത്. ഇനി സ്റ്റെബിലിറ്റി ഓഫ് സാച്ചുറേറ്റഡ് കാർബോകാറ്റയോൺ. ഓക്കെ, അപ്പോൾ ഇനി നമ്മളൊരു അൺസാച്ചുറേറ്റഡ് കാർബോകാറ്റയോണിൽ എന്താണ് സംഭവിക്കുക? അൺസാച്ചുറേറ്റഡ് കാർബോകാറ്റയോൺ നത്തിങ് ബട്ട് എന്ത് സംഭവിക്കും, സെയിം റെസൊണൻസ് സ്ട്രക്ചർ ഇവിടെ സംഭവിക്കും. ഇത് ഈ ഒരു പിന്നെ ഡബിൾ ബോണ്ട് വിൽ ഷിഫ്റ്റ് ടുവേർഡ്സ് പോസിറ്റീവ് ചാർജ്, സോ അനദർ റെസൊണൻസ്. അപ്പോൾ ഈ പിന്നെ അൺസാച്ചുറേറ്റഡ് കാർബോകാറ്റയോണിൽ ദാറ്റ് ഈസ് സ്റ്റെബിലൈസിങ് ബൈ റെസൊണൻസ് സ്ട്രക്ചർ. ഈ ഫീനൈൽ ഗ്രൂപ്പിൻ്റെ കേസിൽ നോക്കാം, ബെൻസൈൽ കാറ്റയോൺ ഇവിടെ എന്ത് സംഭവിക്കും, ഇവിടെ കുറേ പിന്നെ മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ട്, അതായത് കുറേ ഡബിൾ ബോണ്ട് ഉണ്ട്. സോ മോർ നമ്പർ ഓഫ് റെസൊണൻസ് സ്ട്രക്ചർ വിൽ പോസിബിൾ. അപ്പോൾ എന്താണ്, ഒരു കാർബോകാറ്റയോണിൻ്റെ മുകളിൽ ഫിനൈൽ ഗ്രൂപ്പിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ സ്റ്റെബിലിറ്റി വിൽ ഇൻക്രീസ്, കാരണം അതിൻ്റെ റെസൊണൻസ് സ്ട്രക്ചറിൻ്റെ എണ്ണം കൂടും. സോ
ഫിനൈൽ ഗ്രൂപ്പിൻ്റെ എണ്ണം കൂടുക എന്ന് പറയുമ്പോൾ അതിലൂടെ എന്ത് സംഭവിക്കും? കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി കൂടും. ഇത്രയാണ് കാർബോകാറ്റയോണിനെ കുറിച്ച്